അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ ഉണ്ടാക്കിയിരുന്ന ഒരു മാങ്ങക്കറിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാങ്ങക്കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏത് മാങ്ങയാണ്? പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇനി കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തൊലിയൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ടോ പീലർ വെച്ചിട്ടോ എങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പീലർ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ടിച്ചാൽ ആദ്യം ഇതുപോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ, അധികം കനത്തിൽ പാടില്ല. ഇതുപോലെ കുറച്ച് നീളത്തിൽ കനം കുറവിൽ വേണ്ട നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പീസസും ഇതേ നീളത്തിൽ തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ പഠിച്ചാൽ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെയൊക്കെ രസം വരിക. അപ്പോൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞതാണ്. ഇനി ആ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, കറിവേപ്പില അതിട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല ഉടച്ചെടുക്കണം. അതായത് നല്ല തിരുമ്പി ആ ഉള്ളിയൊക്കെ ഒരു കുഴഞ്ഞ രൂപത്തിൽ വേണം ഉള്ളിയൊക്കെ കിട്ടാൻ. അതുവരെ നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം. അതായത് ആ മാങ്ങയും ഉള്ളിയൊക്കെ കൂടി നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണം. ഒറ്ററ്റല്ലാതെ കുഴഞ്ഞൊരു ഇങ്ങനെ ഒട്ടിക്കെടുക്കുന്ന പോലത്തെ രൂപത്തിലാവണം. അതുപോലെ നല്ല കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കൈവച്ചെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കട്ടായി പോയതാണ്. അതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ ആദ്യം എങ്ങനെ കൈ വെച്ച് തിരുമ്മി കൊടുത്തത് അതുപോലെ നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. അപ്പം മണിച്ചേട്ടനെ ഇഷ്ടപ്പെടാത്തൊരു കുഞ്ഞേ കുട്ടികളടക്കമാണെങ്കിലും മണിച്ചേട്ടനെ ഇഷ്ടപ്പെടാത്തൊരാരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളൊക്കെ മണിച്ചേട്ടൻ്റെ കറി കാണുമ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ തോന്നും. ആളുടെ കൈപ്പണിയും പോലെ നമ്മളെ കൈപ്പണി ആവണമെന്നില്ല, അത്രയും ടേസ്റ്റ് കിട്ടുന്നില്ല. എന്നാലും നമുക്ക് ആളുടെ ഒരു കറി ഉണ്ടാക്കി കഴിച്ചതിന് സന്തോഷം ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറായിരുന്നു കേട്ടോ. മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്, പക്ഷേ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ദുബായിൽ പ്രോഗ്രാമിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നിട്ടൊക്കെ തന്നെ കണ്ടത്. പക്ഷെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ആൾ തിരിച്ച് റൂം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, എന്തായാലും കാണാൻ പറ്റി. എൻ്റെ വലിയൊരു സന്തോഷം കാണാൻ പറ്റിയത് തന്നെ. നല്ല മിക്സാക്കി എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ഒരു 3/4 ഭാഗം എടുത്തിട്ട് അരച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ. അതിൽ തേങ്ങ അരച്ചതല്ല, തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇനിയും കൈവശം ഇത് നമ്മൾ പഴയ പോലെ മിക്സ് ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടാണെങ്കിലും ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ സങ്കടം വരാത്തവർ എനിക്ക് തന്നെ ഞാൻ ആ മറ്റു സമയത്ത് ഒരുപാട് ഇന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം ആവട്ടെ. പാട്ടൊക്കെ ഭയങ്കര സങ്കടം വരും. അപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പോൾ ആളുടെ ഫോട്ടോ കണ്ടാലും പാട്ടൊക്കെ ആയിട്ട് സങ്കടം വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഞാനൊക്കെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് മറിയേണ്ട ആവശ്യമില്ല, അത് പിരിഞ്ഞു പോവും. അപ്പോൾ മാങ്ങ ഒന്നും അധികം ഉടഞ്ഞു പോകണ്ട കേട്ടോ. അത് സ്റ്റൗവിൽ വെച്ച് നിന്ന് തിളച്ചതിന് ശേഷം തുറന്നിട്ട് ഇളക്കി കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ. അത് മാങ്ങക്കൊന്ന് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ വെന്ത പോലെ ആയാൽ മതി. അതായത് മാങ്ങ ഒന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ മാങ്ങ അങ്ങനെ വെന്ത പോലെ ആവണം, അത്ര ആയാൽ മതി കേട്ടോ. നമുക്ക് ഒരുപാടിട്ട് തിളപ്പിച്ചാൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. മീഡിയത്തിലിട്ട് വേണ്ട അതൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി സെറ്റായിട്ടുണ്ട് ഇപ്പോൾ കറി. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4-5 ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഓൾറെഡി നമ്മൾ കറിയിൽ കറിവേപ്പില ഇട്ടുള്ളതാണ്, എന്തായാലും കുറച്ചുകൂടി കറിവേപ്പില വറുത്തിടുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിലിടുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കറി ഉണ്ടല്ലോ, ആ കറിയിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കറി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓഫ് ചെയ്തിട്ട്, അത് തുറന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മിക്സ് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യാതെ അങ്ങനെ അടച്ചു വെക്കുക കേട്ടോ. അപ്പം തന്നെ അതിന് മണം നല്ല സ്മെല്ലാണ് ആ കറി. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തേ നല്ല മണം വരും. കൈവച്ച് മിക്സ് ചെയ്തില്ല, അപ്പം തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല മണമാണ് അപ്പം തന്നെ ഉണ്ടാവും കേട്ടോ, നല്ല മണം. ഇത് അങ്ങനെ ആക്കി വെക്കുന്നില്ലോ, ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. ഇനി അപ്പം തന്നെ നമുക്കത് മൂടി വെക്കാം. ഇനി നമ്മളെപ്പോഴോ കഴിക്കാൻ എടുക്കുന്ന അപ്പെടുത്താൽ മതി കേട്ടോ. ഈ കറി ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ. വേറെ ഒന്നും വേണമെന്നില്ല, ഒരു ഉപ്പേരി ഒന്നും വേണമെന്നില്ല, ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ
മണിച്ചേട്ടന് ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഒരു കറി മാങ്ങയുടെ സീസണിലപ്പോൾ കിട്ടാതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എപ്പോഴും കിട്ടും നീ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിഷ്ടപ്പെട്ടു കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.